വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ സമയത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ജീവിതത്തിലും ഒരു നന്മകളുണ്ടാകും. ഇത്രയുമാണ് അദ്ദേഹം ചിന്തിച്ചത്. എൻ്റെ കർത്താവേ, എത്ര നാളാണ് ഞാനിങ്ങനെ ജീവിക്കുക? നാളെ നാളെ എന്ന് പറഞ്ഞ് എന്താ ഇന്ന് ചെയ്തുകൂടെ? പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു, ആ പ്രചോദനം അനുസരിച്ച് നമ്മൾ അപ്പം തന്നെ തീരുമാനം എടുക്കും. നാളെയാകട്ടെ, നാളെയാണ് നല്ല ദിവസം. പഠിക്കുന്ന കുട്ടി, അമ്മയെ നാളെ തുടങ്ങാം. നമ്മളുള്ളിൽ നമ്മൾ ചിന്തിക്കുന്നു കുമ്പസാരത്തിന് പോകാം, ഇന്നൊന്ന് കുമ്പസാരിച്ചാലോ? പ്രചോദനം കിട്ടുകയാണ്. അപ്പോൾ തന്നെ പിശാച് പ്രലോഭനപ്പെടുത്തുകയാണ്, നാളത്തേക്ക് മാറ്റാം. ക്ഷമിക്കാൻ, ആരുടെയെങ്കിലും ഒന്ന് പൊറുക്കാൻ, നമ്മൾ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുക്കും, അത് നാളത്തേക്കാവും. ചില കാര്യങ്ങൾ നാളത്തേക്ക് വെച്ചാണ്ടല്ലോ, പിന്നെ തീരുമാനമല്ലാതെയായി മാറും. കാരണം വേറെ ഒന്നുമല്ല, അത് ആ പ്രചോദനം ആ സമയത്താണ് കിട്ടുന്നത്. നാളത്തേക്ക് വരുമ്പോൾ അത്രയുമുള്ള പ്രചോദനം ഉണ്ടാകില്ല. നമ്മൾ മറന്നു പോകും, റിലാക്സ് ആകും, അലസനായിട്ട് മാറും. അതുകൊണ്ട് ഇന്നായിക്കൂടെ? ഇന്നായി കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നറിയോ? ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രചോദനം കിട്ടിയിരിക്കുന്നു, വചനം വായിക്കണം, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആഴപ്പെടണമെന്ന്, ദൈവവചനം എന്ന് എഴുതണമെന്ന് ആ തീരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തീരുമാനം എടുക്കുക. തീരുമാനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുക. പലപ്പോഴും നാളേക്ക് വെക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കാതെ പോകുന്നത്. ഇന്ന് ജീവിച്ചുകൂടെ? നാളെ നീ ഉണ്ടാകും. നാളെ രാവിലെ നീ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ നാളെ ഇതുപോലെ വന്ന് നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ച് ഇന്ന് ചെയ്യാൻ പരിശ്രമിക്കുക. ഈ അഗസ്തീനോസിന്റെ വചനം എൻ്റെ ചെവികൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും, അപ്പനാകാം, അമ്മയാകാം. ഇത് ഭാര്യയും ഭർത്താവ് രാത്രി പിണങ്ങിക്കിടക്കുകയാണ്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നാളെ പിണക്കം മാറ്റാമെന്ന് ചിന്തിക്കുമ്പോൾ ആരെങ്കിലും നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഈ പിണക്കവും അടിഞ്ഞ് എന്തോരം നാള് വിഷമിച്ച് ജീവിക്കുന്നു, എന്തോരം നാള് ഇങ്ങനെ മനസ്സ് നീറി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പിണക്കം മാറ്റാം, ഇന്ന് ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താം, പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.